എല്ലാവർക്കും സ്പിരിച്വൽ ഡയറിയിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് അവന്തിക എന്ന സ്റ്റോറിയുടെ ബാക്കി ഭാഗങ്ങളാണ്. രചന ശരത്. ഭദ്രയുടെ തൊണ്ട വരണ്ടു. ശബ്ദം പുറത്തു വരാതെ, ഒന്ന് നിലവിളിക്കാൻ പോലും കഴിയാതെ നിന്ന അവൾക്കടുത്തേക്ക് പുറത്തേക്കുന്തിയ രക്തം പതിഞ്ഞ നീണ്ട പല്ലുകളുമായി സുഭദ്ര ചുവടുകൾ വെച്ചു. സുഭദ്രയുടെ ശക്തിവലയത്തിൽ പെട്ടുപോയ അവന്തികയ്ക്ക് ഈ കാഴ്ച നിസ്സഹായിയായി നോക്കി നിൽക്കാൻ മാത്രമേ കഴിയുന്നുണ്ടായിരുന്നുള്ളൂ. ഭദ്രയുടെ ശരീരത്തിലേക്ക് സുഭദ്രയുടെ കൈകൾ നീണ്ടു. ഭയം കൊണ്ട് ഭദ്ര കണ്ണുകൾ ഇറുക്കിയടച്ചു. പെട്ടെന്ന് പുറകിൽ നിന്നൊരു കൈ ഭദ്രയെ പുറകിലേക്ക് വലിച്ചു മാറ്റി. നീണ്ടുവന്ന സുഭദ്രയുടെ കൈകൾ ഭദ്രയ്ക്ക് പുറകിലായി നിന്നിരുന്ന ആ യുവാവിൻ്റെ ശരീരത്തെ സ്പർശിച്ചു. പെട്ടെന്ന് ഷോക്കടിച്ചതുപോലെ സുഭദ്ര ദൂരേക്ക് തെറിച്ചു വീണു. സുഭദ്രയുടെ മുഖം കോപം കൊണ്ട് ചുവന്നു. അവളുടെ കണ്ണുകൾ രക്തവർണ്ണമായി. നീയോ? സുഭദ്ര കോപം കൊണ്ട് അലറി. സുഭദ്രയുടെ അലർച്ച കേട്ട് കണ്ണുകൾ തുറന്ന ഭദ്ര കണ്ടത് ദൂരെ നിലത്തു വീണ് കിടക്കുന്ന സുഭദ്രയെയാണ്. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകാതെ ഭദ്ര പുറകിലേക്ക് നോക്കി. അപ്പോഴാണ് തനിക്കരികിലായി നിൽക്കുന്ന ആ യുവാവിനെ അവൾ കണ്ടത്. രുദ്രൻ. ഭദ്രയുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. രുദ്രേട്ടൻ, എങ്ങനെ ഇവിടെ? താൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു അതിഥിയെ കണ്ട പോലെ അവളുടെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു. വരേണ്ടി വന്നു ഭദ്ര. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ വരാതിരിക്കാനായില്ല. അവൻ്റെ വാക്കുകൾ ഭദ്ര അത്ഭുതത്തോടെ കേട്ടുനിന്നു. അപ്പോൾ ഇവിടെ സംഭവിച്ചതെല്ലാം അവൻ അറിഞ്ഞിരിക്കുന്നു. തങ്ങളെ സംരക്ഷിക്കാൻ ഒരാൾ കൂടി ഉണ്ടെന്നുള്ള ധൈര്യം അവളിൽ നിറഞ്ഞു. രുദ്രേട്ടൻ വീട്ടിൽ പോയില്ലേ? അച്ഛനെ കണ്ടിട്ടാണോ വരുന്നേ? സ്വാമിജിയുടെ മകനായ അവനോട് സ്വാമിജിയാകും എല്ലാം പറഞ്ഞത് എന്നാണ് ഭദ്ര കരുതിയത്. ഇല്ല, ഞാൻ വീട്ടിൽ പോയിട്ടില്ല. വരുന്ന വഴിയാണ്. ഇവിടെ എത്തുക എന്ന ലക്ഷ്യമായാണ് വന്നത്, ഇവളെ കാണാൻ. സുഭദ്ര കിടന്നിടത്തേക്ക് അവൻ നോക്കി. അവനൊപ്പം അവിടേക്ക് നോക്കിയ ഭദ്ര ഞെട്ടി. സുഭദ്രയെ അവിടെ കാണാനില്ല. എന്നാൽ രുദ്രൻ്റെ മുഖത്ത് പുഞ്ചിരിയായിരുന്നു. അവൾ രക്ഷപ്പെട്ടു അല്ലേ? അവൾക്കറിയാം അവൾക്കിപ്പോൾ എൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന്. അതുകൊണ്ടാണ് അവൾ രക്ഷപ്പെട്ടത്. എന്നാൽ എവിടെ ഓടി ഒളിച്ചാലും അവൾക്ക് എൻ്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. രുദ്രൻ്റെ വാക്കുകൾ ഭദ്രയിലും ധൈര്യം നിറച്ചു. അവളുടെ ഭയം മുഴുവൻ മാറിയിരിക്കുന്നു. ഭദ്ര, അവൻ വിളിച്ചു. ഭദ്ര എന്താ എന്ന അർത്ഥത്തിൽ അവനെ നോക്കി. ഇനി മുതൽ രാത്രി പുറത്തിറങ്ങരുത്. പല രൂപത്തിലും ഭാവത്തിലും അവൾ വരും. നിന്റെ ജീവനാണ് അവൾക്ക് വേണ്ടത്. നീയാണ് സിദ്ധുവിനെ സ്വന്തമാക്കാൻ അവൾക്ക് മുന്നിലുള്ള തടസ്സം. അവൾ ഇതിനോടകം തന്നെ ഈ വീട്ടിലുള്ള ആരുടെയോ ഉള്ളിൽ പ്രവേശിച്ചിട്ടുണ്ട്. ഭദ്ര അത്ഭുതത്തോടെ അവനെ നോക്കി. അതേ ഭദ്ര, ഞാൻ പറഞ്ഞത് സത്യമാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ആരോ ഒരാളുടെ രൂപത്തിലുള്ളത് സുഭദ്രയാണ്. അതിനർത്ഥം നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ ഇതിനു മുൻപ് തന്നെ അവളുടെ ക്രൂരതയ്ക്ക് ഇരയായി ജീവൻ വെടിഞ്ഞിട്ടുണ്ട് എന്നാണ്. കേട്ടതൊന്നും വിശ്വസിക്കാനാകാതെ ഭദ്ര തരിച്ചു നിന്നുപോയി. ആരാ രുദ്രേട്ടാ അത്? ആരുടെ രൂപത്തിലാ സുഭദ്ര? വാക്കുകൾ മുഴുവിക്കാനാകാതെ അവളുടെ ശബ്ദമിടറി. അറിയില്ല ഭദ്ര, അത് നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അതുവരെ ഞാൻ നിന്നോട് പറഞ്ഞ ഈ കാര്യങ്ങൾ ഈ വീട്ടിൽ മറ്റാരും അറിയാൻ ഇടവരരുത്. അവൻ്റെ വാക്കുകൾക്ക് നിറഞ്ഞ കണ്ണുകളോടെ ഭദ്ര തലയാട്ടി സമ്മതമറിയിച്ചു. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് നിഖിലിൻ്റെ രൂപത്തിൽ നിന്നിരുന്ന സുഭദ്രയുടെ കണ്ണുകളിലൂടെ രക്തം ഒഴുകുകയായിരുന്നു. അവൾ ദേഷ്യം കൊണ്ട് പല്ല് കടിച്ചു. എന്നാൽ ഭദ്ര പോയി കിടന്നോളൂ, രുദ്രൻ അവൾക്ക് നേരെ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ഏട്ടനോ? ഞാൻ ഇന്ന് ഉറങ്ങുന്നില്ല. ഈ രാത്രി എനിക്ക് ചെയ്തു തീർക്കാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ അച്ഛൻ്റെ കൂടെ ഉണ്ടാകും. ഭദ്ര പോയിക്കോളൂ. അവൾ നടന്നകലുന്നത് രുദ്രൻ പുഞ്ചിരിയോടെ നോക്കി നിന്നു. മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിൻ്റെ ആശ്വാസം അവളുടെ മുഖത്ത് പ്രകടമായിരുന്നു. എന്നാൽ വീട്ടിൽ രുദ്രനെ കാത്തിരുന്നത് അവൻ്റെ അച്ഛൻ്റെ രക്തം ഊറ്റിക്കുടിച്ച നിലയിലുള്ള ശരീരമായിരുന്നു.
അവനെ കാത്ത് മറ്റൊരു അതിഥി കൂടി അവിടെ ഉണ്ടായിരുന്നു. രക്തം കിനിയുന്ന പല്ലുകളുമായി അവനെ കാത്തിരുന്ന സുഭദ്ര. വീട്ടിലേക്കുള്ള ഓരോ ചുവടിലും രുദ്രൻ്റെ ഹൃദയം വല്ലാതെ തുടിച്ചുകൊണ്ടിരുന്നു. എന്തോ അനർത്ഥം സംഭവിക്കുന്നുവെന്ന് അവൻ്റെ മനസ്സ് മന്ത്രിക്കുന്നുണ്ടായിരുന്നു. അവൻ വീട്ടിലേക്കുള്ള ചുവടുകൾ വേഗത്തിലാക്കി. ഭദ്ര തൻ്റെ മുറിയിലെത്തിയിട്ടും അവളുടെ ഉള്ളിലെ ഭയം വിട്ടുമാറിയിട്ടുണ്ടായിരുന്നില്ല. അവളുടെ മനസ്സിൽ പ്രതികാരദാഹിയായ സുഭദ്രയുടെ മുഖം നിറഞ്ഞു നിന്നു. തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും ആ രാത്രി ഉറക്കം അവളെ തൊട്ട് തീണ്ടിയില്ല. വീട്ടിലെത്തിയ രുദ്രൻ കണ്ടത് വാതിൽ തുറന്ന് കിടക്കുന്നതായിരുന്നു. അതുകൂടി കണ്ടപ്പോൾ അവൻ്റെ ഉള്ളിലെ ഭയം ഇരട്ടിച്ചു. അവൻ വീട്ടിനുള്ളിലേക്ക് ഓടിക്കയറി. അവൻ അവിടെ കണ്ടത് അനക്കമില്ലാതെ കിടക്കുന്ന തൻ്റെ അച്ഛൻ്റെ ശരീരമായിരുന്നു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇതിന് പിന്നിൽ സുഭദ്രയുടെ ആത്മാവാണെന്ന് അച്ഛൻ്റെ ശരീരത്തിൽ കണ്ട മുറിവിൽ നിന്ന് തന്നെ അവന് മനസ്സിലായി. അവൻ്റെ ഉള്ളിൽ കോപം നിറഞ്ഞു. സുഭദ്ര, അവൻ ഉറക്കെ അലറി. ഇതെല്ലാം കണ്ടുകൊണ്ട് മറഞ്ഞു നിന്നിരുന്ന സുഭദ്രയുടെ ഉള്ളിൽ സന്തോഷമായിരുന്നു. എന്നാൽ ഈ പ്രവൃത്തിയിലൂടെ രുദ്രൻ്റെ ഉള്ളിൽ താൻ കോരിയിട്ട തീ തൻ്റെ നാശത്തിൻ്റെ തുടക്കമാണെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. അവൻ്റെ ഉള്ളിൽ എരിയുന്ന കോപത്തിന് സുഭദ്രയുടെ ആത്മാവിനെ മുഴുവനായി നശിപ്പിക്കാൻ മാത്രം കഴിവുണ്ടായിരുന്നു. സുഭദ്ര, അവൻ ഉറക്കെ അലറി. എവിടെയാ നീ? മറഞ്ഞിരിക്കാതെ പുറത്തു വാ. നിന്റെ എല്ലാ പ്രവൃത്തികൾക്കുമുള്ള പ്രതിഫലം ഇന്ന് നിനക്ക് കിട്ടും. നിന്റെ അഹങ്കാരം ഞാൻ അവസാനിപ്പിക്കും. പെട്ടെന്ന് അന്തരീക്ഷം രൂപം മാറാൻ തുടങ്ങി. ശാന്തമായിരുന്ന പ്രകൃതി അസാധാരണമായ രീതിയിൽ ഇളകി മറിഞ്ഞു. മുഖം മുഴുവൻ രക്തക്കറയുമായി സുഭദ്ര അവൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അവൻ്റെ മുഖത്ത് തെളിഞ്ഞിരുന്ന സങ്കടം അവളുടെ മുഖത്തെ കൂടുതൽ പ്രകാശിതമാക്കി. സുഭദ്രയെ കണ്ടതും രുദ്രൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വരിഞ്ഞു മുറുകി. നീ എൻ്റെ അച്ഛനെ! അവൻ അവൾക്ക് നേരെ അലറി. എന്നാൽ അവളുടെ മുഖത്ത് അപ്പോഴും പുച്ഛമായിരുന്നു. നിനക്കെന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല രുദ്ര. നിന്റെ ശക്തികൾ എൻ്റെ മുന്നിൽ ഒന്നുമല്ല. എന്നോട് ഇനിയും കളിച്ചാൽ നിന്റെയും ജീവൻ ഞാൻ എടുക്കും. അവൾ അവനെ നോക്കി ആർത്തട്ടഹിച്ചു. എന്നാൽ അവളുടെ മുഖത്തെ സന്തോഷമില്ലാതാക്കാൻ അവന് ഒരു നിമിഷം മതിയായിരുന്നു. അവൻ തൻ്റെ കീശയിൽ നിന്നും സ്ഫടിക നിർമ്മിതമായ ഒരു മാല പുറത്തെടുത്തു. ആ മാല കണ്ടതും അവളുടെ മുഖത്തെ സന്തോഷം മായാൻ തുടങ്ങി. അവൻ തൻ്റെ കയ്യിൽ കത്തി കൊണ്ട് ചെറിയൊരു മുറിവുണ്ടാക്കി. ആ മുറിവിൽ നിന്ന് വന്ന രക്തം അവൻ ആ മാലയിലേക്ക് പകർന്നു. അവൻ്റെ രക്തം അതിൽ പതിച്ചതും ആ മുത്തുകൾ തിളങ്ങാൻ തുടങ്ങി. സുഭദ്രയുടെ മുഖം ഭയത്താൽ വിവർണമായി. വേണ്ട, അത് ചെയ്യരുത്, അവൾ അവന് മുൻപിൽ കേണു. അവൻ്റെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി തെളിഞ്ഞു. വേണ്ടെങ്കിൽ പറയ്, എന്തിനാണ് നിന്റെ ഈ ജീവൻ കൊണ്ടുള്ള കളി? സിദ്ധുവിന് വേണ്ടിയെന്നുള്ള നിന്റെ പല്ലവി എന്നോട് വേണ്ട. നിന്റെ ദേഷ്യത്തിൻ്റെ കാരണം പ്രതികാരം, അത് ഒന്ന് മാത്രമാണ്. അത് എനിക്കറിയാം. പറയ്, സത്യം പറയാതെ നിനക്കിവിടുന്ന് എങ്ങോട്ടും ഓടാൻ കഴിയില്ല. അവൾ അവന് മുൻപിൽ നിസ്സഹായയായി നിന്നു. സത്യങ്ങൾ തുറന്നു പറയാതെ തനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന സത്യം അവൾ തിരിച്ചറിഞ്ഞു. അവന് മുന്നിൽ അവൾക്ക് കീഴടങ്ങേണ്ടി വന്നു. എന്നാൽ സത്യങ്ങളെല്ലാം അറിഞ്ഞ നിമിഷം രുദ്രൻ്റെ കണ്ണുകൾ വിടർന്നു. അവൻ്റെ ഉള്ളിൽ ഭയം നിറഞ്ഞു. അപ്പോൾ ഇനിയുള്ള ആ 4 പേർ. അവൻ്റെ മുഖം വിവർണമായി. അതെ, അവരെയും ഞാൻ കൊണ്ടുപോകും. ആരെയും വിടില്ല. പെട്ടെന്ന് അവൻ്റെ കയ്യിലിരുന്ന ആ മാല പൊട്ടിച്ചിതറി. അവൻ നിസ്സഹായനായി നോക്കി നിൽക്കെ സുഭദ്ര കാറ്റായി മറഞ്ഞു. ശക്തിയോടെ ഇടിക്കുന്ന ഹൃദയമിടിപ്പുകളിൽ നിന്ന് അവനൊരു സത്യം മനസ്സിലായി. ഈ സത്യങ്ങൾ അവളെക്കൊണ്ട് ഞാൻ പറയിപ്പിച്ചതല്ല. അവൾ ഇത് എന്നോട് പറയാൻ വേണ്ടി നടത്തിയ നാടകമായിരുന്നു. അവളുടെ കീഴടങ്ങൽ താൻ കരുതിയതിനേക്കാൾ ഒത്തിരി ശക്തിശാലിയാണ് അവൾ. അവൾക്ക് മുന്നിൽ തൻ്റെ മന്ത്രങ്ങൾക്കൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന സത്യം അവൻ മനസ്സിലാക്കി. ബാക്കിയുള്ള ആ 4 പേരെയെങ്കിലും രക്ഷിക്കണം. എങ്കിൽ താൻ ഇനിയും ശക്തി സംഭരിക്കേണ്ടിയിരിക്കുന്നു, ഒരുപാട് ശക്തി. ഇതേ സമയം ബംഗ്ലാവിൽ ഉറക്കത്തിലായിരുന്ന അനുവിൻ്റെ മുറിയുടെ ഉള്ളിൽ കറുത്തൊരു നിഴരൂപം വന്നു നിന്നു. ആ കറുത്ത രൂപം അനുവിനെ ലക്ഷ്യമാക്കി നീങ്ങി. ആ രൂപത്തിന് കൂർത്ത വെളിയിലേക്ക് ഉന്തിയ പല്ലുകളായിരുന്നു ഉണ്ടായിരുന്നത്. പതിയെ കറുത്ത നിഴലിൽ നിന്ന് ആ രൂപം സുഭദ്രയായി മാറപ്പെട്ടു.
അനുവിൻ്റെ ചുടുചോരയുടെ മണം സുഭദ്രയുടെ നാസികയിലേക്ക് അടിച്ചു കയറി. രക്തത്തിൻ്റെ മണം അവളെ കൂടുതൽ ക്രൂരയാക്കി. എത്രയും പെട്ടെന്ന് ഈ വിവരം എല്ലാവരെയും അറിയിച്ചില്ല എങ്കിൽ ഏത് നിമിഷവും ഇനിയും മരണങ്ങൾ സംഭവിക്കാം. രുദ്രൻ ബംഗ്ലാവിലേക്ക് ഓടി. സുഭദ്രയുടെ കണ്ണുകൾ രക്തവർണ്ണമായി മാറപ്പെട്ടു. അവളുടെ കൂർത്ത ദ്രംഷ്ടകൾ അനുവിൻ്റെ കഴുത്തിനെ ലക്ഷ്യമാക്കി നീങ്ങി. പതിയെ അനുപോലും അറിയാതെ ആ ദ്രംഷ്ടകൾ അനുവിൻ്റെ കഴുത്തിൽ ആഴ്ന്നിറങ്ങി. ജീവൻ പോകുന്ന വേളയിൽ അനു കണ്ണു തുറന്നു നോക്കി. തനിക്ക് മുന്നിൽ നിൽക്കുന്ന രൂപത്തെ കണ്ട് അവളുടെ ചുണ്ടുകൾ എന്തോ പറയാനെന്നോണം വിറച്ചു. എന്നാൽ എന്തെങ്കിലും പറയാനാകുന്നതിന് മുൻപ് അവളുടെ ശരീരത്തിൽ നിന്ന് ജീവന്റെ അവസാന കണികയും നഷ്ടപ്പെട്ടിരുന്നു. ബംഗ്ലാവിൻ്റെ ഗേറ്റിൽ ആരുടെയോ നിലവിളി ശബ്ദം കേട്ടാണ് സിദ്ധുവും കൂട്ടുകാരും കണ്ണു തുറന്നത്. കൂടാതെ ആ നിലവിളി ഭദ്രയെയും രാമേട്ടനെയും കൂടി ഉണർത്തിയിരുന്നു. പുറത്തേക്ക് വന്ന അവർ കണ്ടത് ഭയന്ന് വിറച്ചു നിൽക്കുന്ന രുദ്രനെയാണ്. അവർക്കൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി. എന്താ ഉണ്ടായത്? രാമേട്ടൻ്റെ ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ കഴിയാത്തവണ്ണം രുദ്രൻ കിതയ്ക്കുന്നുണ്ടായിരുന്നു. എന്താ രുദ്ര, എന്താ സംഭവിച്ചത്? സിദ്ധു പരിഭ്രമത്തോടെ ചോദിച്ചു. സിദ്ധു, എല്ലാം തെറ്റായിരുന്നു സിദ്ധു. നീയും മറ്റുള്ളവരും, ഞാൻ പോലും കരുതിയിരുന്നത് എല്ലാം തെറ്റിപ്പോയി. നമ്മൾ കരുതിയതിലും വലുതാണ് ഇവിടെ കാത്തിരിക്കുന്ന ആപത്ത്. അവളാണ് എല്ലാത്തിനും പുറകിൽ. അവളുടെ ബുദ്ധിയിൽപ്പെട്ടുപോയ നമ്മൾ വെറും മണ്ടന്മാർ. സിദ്ധുവും കൂടെയുള്ളവരും രുദ്രൻ പറയുന്നതൊന്നും മനസ്സിലാകാതെ പരസ്പരം മുഖത്തോട് മുഖം നോക്കി. എന്താ രുദ്ര, എന്താ ആപത്ത്? എന്താണെങ്കിലും തെളിച്ചു പറയൂ. സിദ്ധുവിൻ്റെ ആ വാക്കുകൾക്ക് മുന്നിൽ രുദ്രനൊന്ന് പതറി. എന്താണെങ്കിലും പറയൂ രുദ്ര, എന്താ അത്? വിറയ്ക്കുന്ന ചുണ്ടുകളോടെ രുദ്രൻ പറഞ്ഞു തുടങ്ങി. നമ്മളെല്ലാം കരുതിയിരുന്നത് എല്ലാം തെറ്റായിരുന്നു. അവൾ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. ഇവിടെ നടന്ന എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരവാദി നമ്മളെല്ലാവരും കരുതുന്നത് പോലെ സുഭദ്രയുടെ ആത്മാവല്ല. പിന്നെ ആരാണ്? സിധു പരിഭ്രമത്തോടെ ചോദിച്ചു. അവന്തിക. ആ പേര് പറയുമ്പോൾ രുദ്രൻ്റെ ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ എല്ലാവരും രുദ്രൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. സത്യമാണ്, അത് വിശ്വസിച്ചേ പറ്റൂ. നമ്മളെല്ലാം മനസ്സിലാക്കിയതുപോലെ ഇവിടെ രണ്ട് ആത്മാക്കളില്ല. സുഭദ്രയുടെ മരണം യാദൃച്ഛികമായിരുന്നു. അവളുടെ ആത്മാവ് അപ്പോൾ തന്നെ ഈ ലോകം വിട്ടു പോയി കഴിഞ്ഞു. അവളുടെ രൂപത്തിൽ ഇവിടെ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചത് അവളായിരുന്നു, അവന്തിക. അത് എങ്ങനെ? അവൾ നമ്മളെ സംരക്ഷിക്കുകയായിരുന്നില്ലേ? സിദ്ധു സംശയത്തോട് ചോദിച്ചു. അതാണ് അവളുടെ ബുദ്ധി. നമ്മൾ കരുതുന്നതിലും ഒരുപാട് ശക്തിശാലിയാണ് അവൾ. അവൾക്ക് ഒരേ സമയം ഒന്നിൽ കൂടുതൽ സ്ഥലങ്ങളിൽ പല രൂപത്തിൽ പ്രത്യക്ഷപ്പെടാൻ കഴിയും. നമ്മളിൽ ആരുടെ രൂപവും അവൾക്ക് സ്വീകരിക്കാൻ കഴിയും. സുഭദ്രയുടെ രൂപത്തിൽ തൻ്റെ പ്രതികാരം പൂർത്തിയാക്കുന്ന അവൾ സ്വന്തം രൂപത്തിൽ സംരക്ഷണത്തിൻ്റെ കവചമാകുന്നു. നമ്മളെല്ലാവരും ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം കാരണം സുഭദ്രയാണെന്ന് കരുതുകയും ചെയ്യും. കേട്ടതൊന്നും വിശ്വസിക്കാൻ കഴിയാതെ എല്ലാവരും മുഖത്തോട് മുഖം നോക്കി. ഇതാണ് സത്യം, വിശ്വസിച്ചേ പറ്റൂ. തൻ്റെ മരണത്തിന് കാരണക്കാർ ആരൊക്കെയാണെന്ന് അവന്തികയ്ക്ക് നന്നായി അറിയാം. അതിൽ ഒരാളെപ്പോലും വെറുതെ വിടാതെ അവൾ നശിപ്പിക്കും. രുദ്രൻ്റെ വാക്കുകൾ എല്ലാവരുടെ മുഖത്തും ഭയം നിറച്ചു. അവൻ തുടർന്നു. ഇതിനോടകം അവളുടെ മരണത്തിന് കാരണമായവർ 2 പേർ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഒന്ന് എൻ്റെ അച്ഛൻ, മറ്റൊന്ന്... അവൻ്റെ വാക്കുകൾ ഇടറി. ആരാ രുദ്ര ആ രണ്ടാമത്തെ ആൾ? ഭദ്ര പരിഭ്രമത്തോടെ ചോദിച്ചു. നിഖിൽ. അവൻ്റെ മരണം സംഭവിച്ചിട്ട് ഇന്നേക്ക് 5 ദിവസമായിരിക്കുന്നു. രുദ്രൻ്റെ ആ വാക്കുകൾ ഇടിത്തീ പോലെയാണ് അവരുടെ ചെവികളിൽ മുഴങ്ങിയത്. ഇല്ല, ഞങ്ങളിത് വിശ്വസിക്കില്ല. അവൻ ഇത്ര നേരവും ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു. എല്ലാവരും നിഖിൽ നിന്നിടത്തേക്ക് തിരിഞ്ഞു നോക്കി. എന്നാൽ നിഖിൽ നിന്നിടം ശൂന്യമായിരുന്നു. തങ്ങൾ കേൾക്കുന്നതും കാണുന്നതുമൊന്നും ആർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സത്യമാണ്, നിങ്ങൾ വിശ്വസിക്കണം. അവൻ മരിച്ചിട്ട് ഇന്നേക്ക് 5-ാം ദിവസമാണ്. അവൻ്റെ രൂപത്തിൽ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നത് അവളായിരുന്നു, അവന്തിക. തൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കാൻ അവൾ അവൻ്റെ ശരീരം സ്വീകരിക്കുകയായിരുന്നു. അവളുടെ മരണത്തിന് കാരണക്കാരായവരിൽ 2 പേര് പോയി. ഇനി
ബാക്കിയുള്ള 4 പേർ. അവരെയും അവൾ കൊല്ലും. 4 പേർ? ആര് രുദ്ര ആ 4 പേർ? ഭദ്രയുടെ ആ ചോദ്യത്തിന് രുദ്രൻ അവളുടെ പുറകിൽ നിൽക്കുന്ന സിദ്ധുവിൻ്റെയും കൂട്ടുകാരുടെയും നേർക്ക് നോക്കി. പെട്ടെന്ന് അവൻ്റെ കണ്ണുകൾ വിടർന്നു. എവിടെ? അനു, അവൾ എവിടെ? പരിഭ്രമത്തോടെയുള്ള രുദ്രൻ്റെ ആ ചോദ്യം കേട്ടപ്പോഴാണ് അനു തങ്ങളുടെ കൂടെയില്ല എന്ന സത്യം അവർ തിരിച്ചറിഞ്ഞത്. പേടിയോടെ എല്ലാവരും അനുവിൻ്റെ മുറിയിലേക്ക് ഓടി. എല്ലാവരും ഭയത്തോടെ അനുവിൻ്റെ മുറി ലക്ഷ്യമാക്കി ഓടി. എന്നാൽ അനുവിൻ്റെ മുറിയിലെത്തിയപ്പോൾ അവർ കണ്ടത് അനക്കമില്ലാതെ കിടക്കുന്ന അനുവിൻ്റെ ശരീരമാണ്. അവളുടെ കഴുത്തിൽ നിന്ന് രക്തമൊഴുകുന്നുണ്ടായിരുന്നു. ഒരു നിമിഷം എല്ലാവർക്കും ശരീരം തളർന്നു പോകുന്നത് പോലെ തോന്നി. എല്ലാവരും ഭയത്തോടെ രുദ്രൻ്റെ മുഖത്തേക്ക് നോക്കി. അതെ, അവളാണ് ഇതിൻ്റെയും പിന്നിൽ. അവന്തിക. അവളുടെ മരണത്തിന് ഉത്തരവാദിയായവരിൽ 3ാമത്തെ ആളെയും അവൾ കൊന്നിരിക്കുന്നു. ഇനിയുള്ളത് വെറും 3 പേർ മാത്രം. അവരെയെങ്കിലും നമുക്ക് രക്ഷിച്ചേ പറ്റൂ. അവളുടെ കയ്യിൽ നിന്ന് അവരെ രക്ഷിക്കുക എന്നത് വളരെയധികം പ്രയാസമുള്ള ജോലിയാണ്. എങ്ങനെയും അവളുടെ ആത്മാവിനെ തളയ്ക്കണം. അതല്ലാതെ മറ്റൊരു വഴിയും നമ്മളുടെ മുന്നിലില്ല. രുദ്രൻ്റെ വാക്കുകൾ മറ്റുള്ളവർ പരിഭ്രമത്തോടെ കേട്ടുനിന്നു. ആരാ ബാക്കിയുള്ള ആ 3 പേർ? എന്താണ് അവളുടെ ജീവിതത്തിൽ സംഭവിച്ചത്? എന്തിനാണ് അവളുടെ ഈ പ്രതികാരം? എനിക്കറിയണം. എന്തിനാണ് അവൾ എന്നെയും ഭദ്രയെയും കൊല്ലാൻ ശ്രമിക്കുന്നത്? എനിക്കറിഞ്ഞേ പറ്റൂ. സിദ്ധുവിൻ്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ രുദ്രൻ ഒന്ന് പതറി. എന്നാൽ എല്ലാം അവർ അറിയേണ്ട സമയം അതിക്രമിച്ചുവെന്ന് അവന് തോന്നി. അവൻ അവർക്ക് മുന്നിലിരുന്നു. അവന്തിക തന്നോട് പറഞ്ഞ കാര്യങ്ങൾ അവൻ അവരോട് പറയാൻ തുടങ്ങി. നിങ്ങൾ കരുതുന്ന പോലെ അവന്തികയ്ക്ക് സിദ്ധുവിനോടോ ഭദ്രയോടോ ഒരു ദേഷ്യവുമില്ല. അവളുടെ മരണത്തിന് ഉത്തരവാദിയായവരെ ശിക്ഷിക്കാൻ വേണ്ടി അവൾ കിട്ടിയ ഒരു വേഷം മാത്രമായിരുന്നു സുഭദ്രയുടേത്. സിദ്ധുവിനെ സ്വന്തമാക്കാൻ വേണ്ടി സുഭദ്രയാണ് എല്ലാം ചെയ്യുന്നതെന്ന് അവൾ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ചു. അവന്തികയ്ക്ക് സ്വന്തം കൊലയാളികളെ അറിയില്ല എന്നവൾ എല്ലാവരെയും വിശ്വസിപ്പിച്ചു. അവളുടെ കൊലപാതകത്തിന് ഉത്തരവാദിയായവർ മുഖംമൂടിക്കുള്ളിൽ സ്വസ്ഥരായി കഴിഞ്ഞു. എന്നാൽ അവിടെയാണ് എല്ലാവർക്കും തെറ്റുപറ്റിയത്. സിദ്ധുവിനെ സ്വന്തമാക്കാൻ എന്ന വ്യാജേന അവളുടെ മരണത്തിന് ഉത്തരവാദികളായ ഓരോരുത്തരെയായി സുഭദ്രയുടെ രൂപത്തിൽ അവൾ വകവരുത്തി. ഇനി എന്താണ് നിങ്ങൾക്കറിയേണ്ടത്? അവന്തികയുടെ കഥ അല്ലേ? അത് നിങ്ങൾ അറിയണം. നിങ്ങൾ കരുതുന്നത് പോലെ അനുവിന് സിദ്ധുവിനെ അറിയാവുന്നത് കോളേജിൽ വച്ചല്ല. അനുവിൻ്റെ അച്ഛൻ സിദ്ധുവിൻ്റെ അച്ഛൻ്റെ ബിസിനസ് പാർട്ട്ണറായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അനുവിന് സിദ്ധുവിനെ കണ്ട് അവനോട് തോന്നിയൊരിഷ്ടം. അതായിരുന്നു എല്ലാത്തിൻ്റെയും തുടക്കം. അവന്തികയും സിദ്ധുവും തമ്മിലുള്ള സൗഹൃദത്തെ അവൾ പ്രണയമാണെന്ന് തെറ്റിദ്ധരിച്ചു. താൻ ആഗ്രഹിച്ചത് എങ്ങനെയും സ്വന്തമാക്കാൻ അവൾ തൻ്റെ അച്ഛൻ്റെയും അവളുടെ കൂട്ടുകാരനായിരുന്ന നിഖിലിൻ്റെയും സഹായം തേടി. അനുവിൻ്റെ അച്ഛൻ്റെ വാക്കുകൾ സിദ്ധുവിൻ്റെ അച്ഛന് വിശ്വസിച്ചു. പവിത്രമായ അവരുടെ ബന്ധത്തെ അയാളും പ്രണയമാണെന്ന് തെറ്റിദ്ധരിച്ചു. അങ്ങനെ കാശുകാരനായ തൻ്റെ മകനിൽ നിന്നും അവളെ അകറ്റാനായി അവർ തിരഞ്ഞെടുത്ത മാർഗം അവളുടെ മരണമായിരുന്നു. സിദ്ധു കൂടെയില്ലാതെ സ്കൂൾ വിട്ട് ഒറ്റയ്ക്ക് വന്ന അവളെ അവർ ബലമായി പിടിച്ചുകൊണ്ടുപോയി. തൻ്റെ മകളുടെ പ്രായം മാത്രമുള്ള അവളെ ആ ദിവസം അവരെല്ലാം ചേർന്ന് പിച്ച് ചീന്തി. ആ മുറിക്ക് കാവലായി പുറത്തു നിന്നത് അനു ആയിരുന്നു. തൻ്റെ കൺമുൻപിൽ കണ്ടിട്ടും എല്ലാവരോടും സത്യം മറച്ചുവെച്ച് എൻ്റെ അച്ഛനും അവർക്ക് കൂട്ടുനിന്നു. കേട്ടതൊന്നും വിശ്വസിക്കാനാകാതെ തരിച്ചു നിൽക്കുകയായിരുന്നു സിദ്ധുവും കൂട്ടുകാരും. ഇനി ബാക്കിയുള്ളത് 3 പേർ മാത്രം. അനുവിൻ്റെയും നിഖിലിൻ്റെയും മരണം അറിയുമ്പോൾ അവർ ഇവിടെ വരും. അല്ലെങ്കിൽ അവൾ അവരെ ഇവിടെ കൊണ്ടുവരും. തൻ്റെ രക്തം വീണ ഈ മണ്ണിൽ വെച്ച് തന്നെ അവൾ പ്രതികാരവും ചെയ്യും. അവളുടെ മരണത്തിന് ഉത്തരവാദിയായവരിൽ 3 പേർ ഇന്ന് ജീവനോടെയില്ല. ഇനി ബാക്കിയുള്ളത് 3 പേർ കൂടി. ഒന്ന് തൻ്റെ അച്ഛൻ, മറ്റൊന്ന് അച്ഛൻ്റെ കൂട്ടുകാരനും അനുവിൻ്റെ അച്ഛനുമായ രാമഭദ്രൻ. അപ്പോൾ ആരാണ് ആ 3ാമത്തെ ആൾ? സിദ്ധു ഭയത്തോടെ രുദ്രൻ്റെ മുഖത്തേക്ക് നോക്കി. രുദ്രൻ കുറച്ചു നേരം മൗനമായി നിന്നു. ശേഷം അവൻ സംസാരിച്ചു തുടങ്ങി. രുദ്രൻ്റെ ഉത്തരം കേട്ട് എല്ലാവരും ഒരുപോലെ ഞെട്ടി. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. രുദ്രൻ പറഞ്ഞ ആ പേര് ഭദ്രയ്ക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നതായിരുന്നില്ല. വിശ്വസിച്ചേ പറ്റൂ, അതാണ് സത്യം. രുദ്രൻ്റെ ആ വാക്കുകൾ കേട്ട് ഭദ്രയ്ക്ക് തൻ്റെ കൈയും കാലുമെല്ലാം തളരുന്ന പോലെ തോന്നി.
തൻ്റെ അച്ഛനും ഇത് കൂട്ടുനിന്നു. തൻ്റെ പ്രായം മാത്രമുള്ള സ്വന്തം മകളെ പോലെ കാണേണ്ട ഒരു പെൺകുട്ടിയെ. അവൾ ദേഷ്യത്തോടെ തൻ്റെ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി. അയാളുടെ മുഖം കുറ്റബോധം കൊണ്ട് കുനിഞ്ഞിരുന്നു. സിധു തലകുനിച്ച് നിൽക്കുന്ന രാമേട്ടൻ്റെ നേർക്ക് നീങ്ങി. നിങ്ങളും ഒരച്ഛൻ്റെ സ്ഥാനത്തല്ലേ നിങ്ങളെ ഞങ്ങൾ കണ്ടിരുന്നത്? എല്ലാം അറിയാമായിരുന്നിട്ടും എല്ലാത്തിനും കൂട്ടുനിന്നിട്ടും ഞങ്ങൾക്ക് മുന്നിൽ അഭിനയിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു? അവൻ അയാളുടെ ഷർട്ടിൽ പിടിച്ച് അലറി. എന്തിനായിരുന്നു അച്ഛാ? എൻ്റെ പ്രായമുള്ള ഒരു പെൺകുട്ടിയോട് അച്ഛൻ എങ്ങനെ തോന്നി? ഫദ്രയുടെ വാക്കുകൾ മുറിഞ്ഞു. അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ഒഴുകിയിറങ്ങി. പറ്റിപ്പോയി മോളെ. അവളുടെ ക്യാഷിനും പിടിപാടിന് മുന്നിൽ അച്ഛനും ഇതിന് കൂട്ടുനിൽക്കേണ്ടി വന്നു. ആരോടെങ്കിലും പറഞ്ഞാൽ നീയടക്കം എല്ലാവരെയും കൊല്ലുമെന്നുള്ള അവരുടെ ഭീഷണിക്ക് മുന്നിൽ എനിക്ക് എല്ലാം മറച്ചു വയ്ക്കേണ്ടി വന്നു. ഈ അച്ഛനോട് ക്ഷമിക്കും മോളെ. നിങ്ങളോട് ക്ഷമിക്കേണ്ടത് ഞാനോ ഇവരോ അല്ല, അവളാണ്, അവന്തിക. നിങ്ങളൊക്കെ കാരണം ജീവനും ജീവിതവും നീതിയും നിഷേധിക്കപ്പെട്ടവൾ. അവൾ നിങ്ങൾക്ക് വിധിച്ചിരിക്കുന്ന ശിക്ഷ മരണമാണ്. വേദന എന്തെന്ന് അറിയിച്ചുള്ള മരണം. രുദ്രൻ്റെ വാക്കുകൾ കേട്ട എല്ലാവരുടെ കണ്ണിലും ഭയം വിടർന്നു. രുദ്ര, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗം? സിദ്ധുവിൻ്റെ ചോദ്യത്തിന് മുന്നിൽ രുദ്രൻ കുറച്ചുനേരം മൗനം പാലിച്ചു. ശേഷം അവൻ തുടർന്നു. നമുക്ക് മുന്നിൽ 2 മാർഗങ്ങളാണുള്ളത്. ഒന്ന്, അവൾക്ക് വേണ്ട ജീവനുകൾ അവൾക്ക് വിട്ടുകൊടുക്കുക. പ്രതികാരം പൂർത്തിയാക്കാൻ കഴിഞ്ഞാൽ അവൾ ഈ ലോകം വിട്ടു പോകും. എന്താണ് അടുത്ത മാർഗം? ഫദ്രയുടെ ആ ചോദ്യത്തിന് മുന്നിൽ രുദ്രൻ വന്ന് പരുങ്ങുന്നത് എല്ലാവരും ശ്രദ്ധിച്ചു. രണ്ടാമത്തെ മാർഗം, അവളെ തടയുക. പക്ഷേ അതിനൊരു പ്രശ്നമുണ്ട്. എല്ലാവരും അത് എന്താ എന്ന അർത്ഥത്തിൽ രുദ്രനെ നോക്കി. അവളുടെ പ്രതികാരം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അവളുടെ പക അവളെ തടയാൻ ശ്രമിക്കുന്ന നമുക്ക് നേരെയാകും. എവിടെയെങ്കിലും നമുക്കൊരു പിഴവ് സംഭവിച്ചാൽ നമ്മളിൽ ഒരാളെ പോലും ബാക്കി വയ്ക്കാതെ അവൾ നശിപ്പിക്കും. ആ വാക്കുകൾ കേട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും മുഖത്ത് ഭയം നിഴലിച്ചു. അവരുടെ ഹൃദയമിടിപ്പ് വല്ലാതെ കൂടി. ഇനി എന്ത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. രുദ്രൻ്റെ വാക്കുകൾക്ക് മുന്നിൽ അവർ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു. നമ്മൾ മുന്നോട്ട് പോകുന്നു, അവളെ തടയുന്നു. സിദ്ധുവിൻ്റെ തീരുമാനം കേട്ട് കൂടെ ഉണ്ടായിരുന്നവർ ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് അവൻ പറഞ്ഞത് തന്നെയാണ് ശരിയെന്ന് തോന്നിയ എല്ലാവരും സമ്മതം മൂളി. അവൻ പോലും അറിയാതെ ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്നിരുന്ന അവന്തികയുടെ കണ്ണുകൾ കോപം കൊണ്ട് തുടിച്ചു. അവൾ പകയോടെ സിദ്ധുവിൻ്റെയും കൂട്ടരുടെയും നേർക്ക് നോക്കി. ഇല്ല, എൻ്റെ കയ്യിൽ നിന്ന് അവരെ ആരെയും രക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. എൻ്റെ മരണത്തിന് ഉത്തരവാദിയായ ഒരാളെയും ഞാൻ ജീവനോടെ വിടില്ല. ഈ അവന്തികയുടെ ശക്തി നിങ്ങൾ അറിയാൻ പോകുന്നതേയുള്ളൂ. അന്നത്തെ രാത്രി സിദ്ധുവിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവൻ്റെ മനസ്സ് മുഴുവൻ രുദ്രൻ പറഞ്ഞ കാര്യങ്ങളായിരുന്നു. അവന്തികയ്ക്ക് കിട്ടേണ്ട നീതിയും തൻ്റെ അച്ഛനോടും കൂട്ടുകാരോടുമുള്ള സ്നേഹവും തമ്മിൽ അവൻ്റെ ഉള്ളിൽ ഒരു യുദ്ധം തന്നെ നടന്നു. അടുത്ത ദിവസം രാവിലെ ഒരു കാറിൻ്റെ ശബ്ദം കേട്ടാണ് സിദ്ധു ബെഡിൽ നിന്ന് എഴുന്നേറ്റത്. ആരാണെന്നറിയാൻ പുറത്തേക്ക് വന്ന അവൻ്റെ കണ്ണുകൾ വിടർന്നു. തൻ്റെയും അനുവിൻ്റെയും അച്ഛന്മാർ. ഇവർ എങ്ങനെ ഇവിടെ? അവന്തിക രണ്ടും കൽപ്പിച്ചാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവൾ തേടിയിരുന്ന എല്ലാവരും അവളുടെ അടുക്കൽ എത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ അവൾ കൊണ്ടുവന്നിരിക്കുന്നു. സിദ്ധുവിൻ്റെ അച്ഛൻ കാറിൻ്റെ ഡോർ തുറന്ന് പുറത്തേക്ക് കാൽവെച്ചു. പെട്ടെന്ന് അന്തരീക്ഷം കോപാകുലമായി. അതിശക്തമായ കാറ്റ് വീശി. ആകാശം രക്തവർണ്ണമായി മാറപ്പെട്ടു. അതിശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണു. പുറത്തെ ബഹളം കേട്ട് എല്ലാവരും പുറത്തേക്ക് വന്നു. എല്ലാം അവന്തികയുടെ പ്രവൃത്തികളാണെന്ന് തിരിച്ചറിയാൻ അവർക്ക് അധിക സമയം വേണ്ടി വന്നില്ല. ശക്തമായ കാറ്റിൽ പുറത്തോട്ടൊന്ന് ഇറങ്ങാൻ പോലും കഴിയാതെ സിദ്ധുവും കൂട്ടരും വരാന്തയിൽ തന്നെ നിന്നു. പെട്ടെന്ന് ആ അന്തരീക്ഷത്തെ കീറി മുറിച്ചുകൊണ്ട് കറുത്തൊരു കാർ അവരുടെ വീട്ടുമുറ്റത്തായി വന്നു നിന്നു. അതിൽ നിന്ന് 50നോടടുത്ത് പ്രായമുള്ള ഒരാൾ പുറത്തേക്ക് ഇറങ്ങി. കാവി വസ്ത്രങ്ങൾ ധരിച്ചിരുന്ന അയാളുടെ കാലുകൾ നിലത്ത് പതിച്ചതും അന്തരീക്ഷം പെട്ടെന്ന് ശാന്തമായി. അവന്തിക കോപത്തോടെ അയാളെ നോക്കി. സ്വരൂപൻ. രുദ്രൻ്റെ ചുണ്ടുകൾ മന്ത്രിച്ചു. അവന്തികയുടെ മുഖം കോപം കൊണ്ട് ചുവന്നു. ഇതാരാ? സിധു രുദ്രനോട് പതിയെ ചോദിച്ചു. സ്വരൂപൻ. ദുഷ്ക്രിയകൾ കൊണ്ട് ദുഷ്ടദേവതമാരെ പ്രീതിപ്പെടുത്തുന്ന ദുർമന്ത്രവാദി. പണ്ടൊരിക്കൽ ഊരുതെണ്ടി നടന്ന സമയത്ത് ഞാൻ ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്നു കുറച്ചുനാൾ. നീതിയും നന്മയും തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ക്രൂരനാണ് അയാൾ.
ഇയാൾ എന്താ ഇവിടെ? രുദ്രൻ സംശയത്തോടെ സിദ്ധുവിൻ്റെയും കൂട്ടരുടെയും മുഖത്തേക്ക് നോക്കി. അവർ അറിയില്ല എന്ന അർത്ഥത്തിൽ തലയാട്ടി. ഇത് സ്വരൂപൻ, നിങ്ങളൊക്കെ ഊതിപ്പെരുപ്പിച്ച് വലുതാക്കിയ ആ അവന്തികയുടെ പീറ ആത്മാവിനെ എന്നേക്കുമായി അവസാനിപ്പിക്കാൻ വന്നവൻ. സിദ്ധുവിൻ്റെ അച്ഛൻ അഹങ്കാരത്തോടെ തലയുയർത്തി. ഇതെല്ലാം കേട്ടു നിന്നിരുന്ന അവന്തികയുടെ മുഖം വിവർണമായി. അവളുടെ ഉള്ളിൽ കോപം തിളച്ചു മറിഞ്ഞു. ഇല്ല, നിനക്കും നിന്റെ ദുഷ്ടദൈവങ്ങൾക്കും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. എൻ്റെ പ്രതികാരം ഞാൻ പൂർത്തിയാക്കും, അവന്തിക കോപത്തോടെ പറഞ്ഞു. എല്ലാവരും എന്ത് നോക്കി നിൽക്കുക? അകത്തു പോകാൻ നോക്ക്, സിദ്ധുവിൻ്റെ അച്ഛൻ ആജ്ഞ എന്നോണം ഉറക്കെ പറഞ്ഞു. സിദ്ധു അടക്കം എല്ലാവരും ഉള്ളിലേക്ക് നടന്നു. രാമ, സ്വരൂപന് വിശ്രമിക്കാനുള്ള മുറി കാണിച്ചു കൊടുക്ക്. ഇദ്ദേഹത്തിന് ഇവിടെ ഒരു കുറവും ഉണ്ടാകരുത്. രാമൻ അയാളെയും കൂട്ടി അയാൾക്കുള്ള മുറിയിലേക്ക് നടന്നു. അന്ന് രാത്രി ഉറങ്ങാൻ കിടന്നിട്ടും ഭദ്രയുടെയും സിദ്ധുവിൻ്റെയും മനസ്സ് ഒരു യുദ്ധത്തിലായിരുന്നു. ഒരു വശത്ത് തങ്ങളുടെ പിതാക്കന്മാർ, മറുവശത്ത് തങ്ങളുടെ കളിക്കൂട്ടുകാരിയായ ഒരു തെറ്റും ചെയ്യാത്ത അവന്തികയുടെ ആത്മാവ്. ആർക്കൊപ്പമാണ് ഞങ്ങൾ നിൽക്കേണ്ടത്? ഒരുപാട് നേരത്തെ ചിന്തകൾക്ക് ശേഷം അവരുടെ മനസ്സ് ഒരു തീരുമാനമെടുത്തു. സിദ്ധു, സിദ്ധു. രാവിലെ ഭദ്രയുടെ വിളി കേട്ടാണ് സിദ്ധു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത്. എന്താ ഭദ്ര അതിരാവിലെ? അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. സിദ്ധു, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. അവൻ എന്താ എന്ന അർത്ഥത്തിൽ അവളെ നോക്കി. വാ പറയാം. അതും പറഞ്ഞ് അവൾ അവൻ്റെ മുറിക്കുള്ളിലേക്ക് കയറി. അവൾ അകത്തു നിന്ന് വാതിലടച്ചു. സിദ്ധു, ഇന്നലെ നമ്മൾ എടുത്ത തീരുമാനം ശരിയാണോ? അവന്തികയുടെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിലോ? എങ്കിലും നീ തിന്മയുടെ ഭാഗത്ത് കൂട്ടുനിൽക്കുമായിരുന്നോ? അവളുടെ ചോദ്യങ്ങൾ ഒരു കൂരമ്പ് കണക്കെ അവൻ്റെ ഹൃദയത്തിൽ തറഞ്ഞു കയറി. നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മുടെ കളിക്കൂട്ടുകാരിയായിരുന്ന സ്വന്തം മകളുടെ പ്രായം മാത്രമുള്ള ഒരു പെൺകുട്ടിയെ ക്രൂരമായി പിച്ചു ചീന്തിയവരോട് നിയമം പോലും ആ പെൺകുട്ടിക്കെതിരെ നോക്കുകുത്തിയായി നോക്കി നിൽക്കുമ്പോൾ നമ്മളും അവൾക്കെതിരെ നിൽക്കുന്നത് ശരിയാണോ? അവളുടെ ചോദ്യങ്ങൾക്ക് മൗനമായിരുന്നു അവൻ്റെ മറുപടി. നീ എന്താ സിദ്ധു മിണ്ടാത്തത്? ശരിയാണ് ഭദ്ര, നീ പറഞ്ഞതെല്ലാം ശരിയാണ്. ഇന്നലെ രാത്രി ഞാനും ചിന്തിച്ചത് ഇതുതന്നെയായിരുന്നു. നമ്മൾ നിൽക്കേണ്ടത് തിന്മയ്ക്കൊപ്പമല്ല. അവന്തിക നമ്മുടെ കളിക്കൂട്ടുകാരി. അവൾ നമ്മുടെ സഹായം പ്രതീക്ഷിക്കുന്നു. അവളെ നമ്മൾ സഹായിക്കണം, എന്ത് വില കൊടുത്തു. മദ്യലഹരിയിൽ സ്വന്തം മകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയെ പിച്ചു ചീന്തിയവർക്ക് നാളെ ഞാനും വെറുമൊരു പെണ്ണ് മാത്രമാകില്ലെന്ന് ആര് കണ്ടു? ഭദ്രയുടെ കണ്ണുകൾ നിറഞ്ഞു. ഇല്ല സിദ്ധു, ഇനി ഒരു പെൺകുട്ടിയും ഇവർക്കിരയാകരുത്. അതിന് അവളുടെ പ്രതികാരം അത് പൂർത്തിയാക്കണം. ഭദ്രയുടെ ചുണ്ടുകൾ വിറച്ചു. അവളുടെ വാക്കുകൾക്ക് സിദ്ധുവും തലയാട്ടി. അതെ, നമ്മൾ നിൽക്കേണ്ടത് സത്യത്തിൻ്റെ വശത്താണ്, അവന്തികയുടെ കൂടെ. അതിന് ആദ്യം നമ്മൾ പുതിയതായി വന്ന ആ സ്വരൂപനെ തടയണം. രുദ്രൻ്റെ അടുത്തു നിന്ന് പറഞ്ഞു കേട്ട പ്രകാരം അയാൾ വളരെ ശക്തിശാലിയാണ്. അയാൾ ഏതു നിമിഷവും അവന്തികയുടെ ആത്മാവിനെ നശിപ്പിക്കാം. അയാൾ ആരാധിക്കുന്ന ദുർമൂർത്തികൾ അത്രയ്ക്കും ശക്തിയുള്ളവരാണ്. അയാളെ തടയണമെങ്കിൽ നമുക്ക് രുദ്രൻ്റെ സഹായം വേണം. അതുകൂടാതെ മറ്റൊരാളുടെയും. ആരുടെ? അവന്തികയുടെ. അവൾ നമ്മുടെ കൂടെ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ഈ യുദ്ധത്തിൽ നമുക്ക് ജയിക്കാൻ സാധിക്കൂ. സിദ്ധുവിൻ്റെ അഭിപ്രായത്തോട് ഭദ്രയും ശരിവെച്ചു. ഇന്ന് തന്നെ രുദ്രനോടും അവന്തികയോടും സംസാരിക്കണം. അതും പറഞ്ഞ് മുറിയിൽ നിന്ന് പുറത്തേക്ക് പോകാനായി തിരിഞ്ഞ ഭദ്രയെ സിദ്ധു പുറകിൽ നിന്ന് കയ്യിൽ പിടിച്ചു നിർത്തി. അവൾ എന്താ എന്ന അർത്ഥത്തിൽ സിദ്ധുവിനെ നോക്കി. അല്ല, എന്തായാലും രാവിലെ ഉറക്കം പോയി. ഇനി കുറച്ചു കഴിഞ്ഞ് പോവാം. സിദ്ധു അവളെ കള്ളച്ചിരിയോടെ നോക്കി. വിടി സിദ്ധു, എല്ലാവരും പുറത്തുണ്ട്. ദേ കളിക്കല്ലേ. ഭദ്ര അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു പാഴ്ശ്രമം നടത്തി നോക്കി. അവൾ അവനെ അടുത്തുള്ള സോഫയിലേക്ക് തള്ളിയിട്ടു. ഒരു കുസൃതി ചിരിയോടെ ഭദ്ര വാതിൽ തുറന്ന് പുറത്തേക്കോടി. അവൾ ഓടി മറയുന്നത് സിദ്ധു ഒരു ചിരിയോടെ നോക്കി നിന്നു. എന്നാൽ അവരുടെ എല്ലാ പ്രവൃത്തികളും കണ്ടും കേട്ടും ആ ജനൽവാതിൽക്കൽ നിന്നിരുന്ന സിദ്ധുവിൻ്റെ അച്ഛനെ അവർ രണ്ടുപേരും കണ്ടില്ല. പുറത്തെല്ലാം കണ്ടു നിന്നിരുന്ന സിദ്ധുവിൻ്റെ അച്ഛൻ്റെ മുഖം കോപം കൊണ്ട് ചുവന്നു. തനിക്കെതിരെയുള്ള അവരുടെ പടയൊരുക്കം അയാളെ വല്ലാതെ പ്രകോപിപ്പിച്ചു. അതോടൊപ്പം സിദ്ധുവിന് ഭദ്രയോടുള്ള പ്രണയം കൂടി അറിഞ്ഞപ്പോൾ അയാളുടെ ഉള്ളം കോപം കൊണ്ട് നിറഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാവരും അവളോടൊപ്പമാണല്ലേ?
അവളോടൊപ്പം ചേർന്ന് എന്നെ ഇല്ലാതാക്കാൻ കഴിയും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതിനു മുൻപ് ഇവളെയും ഞാൻ അവസാനിപ്പിക്കും. ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഉയർന്ന നിലയിലുള്ള ഒരു കുടുംബത്തിൽ നിന്നുള്ള പെൺകുട്ടി മാത്രമേ എൻ്റെ മരുമകളാകാൻ പാടുള്ളൂ. ദേഷ്യം കൊണ്ട് അയാൾ പല്ലുകൾ ഞെരിച്ചു. തൻ്റെ ദേഷ്യം ഉള്ളിലൊതുക്കി ഒന്നും അറിയാത്തതുപോലെ അച്ഛൻ സിദ്ധുവിൻ്റെ മുറിക്കുള്ളിലേക്ക് പ്രവേശിച്ചു. പുഞ്ചിരിച്ചുകൊണ്ട് കയറി വരുന്ന അച്ഛൻ്റെ മുഖം കണ്ടതും സിദ്ധുവിൻ്റെ മുഖത്തെ ചിരിയില്ലാതെയായി. അവൻ്റെ ഉള്ളിൽ ഇപ്പോഴുള്ള അച്ഛൻ്റെ ചിത്രം ഒരു പെൺകുട്ടിയെ ക്രൂരമായി കൊന്ന കൊലപാതകിയുടേതായിരുന്നു. മോൻ എന്താ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത്? അയാൾ പുഞ്ചിരിയോട് ചോദിച്ചു. ഒന്നുമില്ല അച്ഛാ, ഞാൻ വെറുതെ ഇവിടെ. അവൻ വാക്കുകൾക്ക് വേണ്ടി പതറി. അതെന്തെങ്കിലും ആകട്ടെ, ഞാനിപ്പോൾ വന്നത് എന്തിനാണെന്ന് മോന് മനസ്സിലായി കാണുമല്ലോ, അയാൾ ഒരു മുഖവരയോട് ചോദിച്ചു. സിദ്ധു എന്താ എന്ന് മനസ്സിലാകാത്ത പോലെ അച്ഛനെ നോക്കി. കുറച്ചു നാളുകളായി ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നീയും കാണുന്നതല്ലേ? അനുവിൻ്റെയും സ്വാമിജിയുടെയും നിഖിലിൻ്റെയും ഒക്കെ ദുർമരണം. ഏതോ ഒരു ദുഷ്ടശക്തി നമ്മളെയൊക്കെ ലക്ഷ്യമിട്ട് ഇവിടെ അലയുന്നുണ്ട്. അവളെ തടയണം. അയാളുടെ വാക്കുകൾ ദൃഢമായി. അതിനാണ് ഞാൻ സ്വരൂപൻ സ്വാമിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നിങ്ങളെല്ലാവരും ഈ ആപസ്ഥിതികളിൽ നിന്ന് കരകയറാൻ ഒരുമിച്ച് നിൽക്കണം. എന്നാൽ മാത്രമേ നമുക്കിതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയൂ. അച്ഛൻ്റെ വാക്കുകൾ കേട്ട സിദ്ധുവിൻ്റെ ഉള്ളിൽ ദേഷ്യം അലയടിച്ചു. എല്ലാം ചെയ്തു കൂട്ടിയിട്ട് എത്ര ഭംഗിയായിട്ടാണ് ഇയാൾ എൻ്റെ മുന്നിൽ അഭിനയിക്കുന്നത്. എത്ര പിടിച്ചു വയ്ക്കാൻ ശ്രമിച്ചിട്ടും സിദ്ധുവിന് കോപം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഏതോ ഒരു ആത്മാവ്. അച്ഛൻ അറിയില്ലേ അത് ആരുടെ ആത്മാവാണെന്ന്? സിദ്ധുവിൻ്റെ ചോദ്യത്തിന് മുന്നിൽ അച്ഛനൊന്ന് പരുങ്ങി. ഇല്ല, എനിക്കെങ്ങനെ അറിയാനാ? നീ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? മതി നിങ്ങളുടെ അഭിനയം. എനിക്കെല്ലാം അറിയാം. ഒന്നും ഇനി എന്നിൽ നിന്ന് ഒളിച്ചു വയ്ക്കാൻ നോക്കണ്ട. എങ്ങനെ തോന്നി നിങ്ങൾക്ക് സ്വന്തം മകളുടെ മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയോട്? സിദ്ധുവിൻ്റെ മുഖം കോപം കൊണ്ട് ചുവന്നു. അടുത്ത നിമിഷം തൻ്റെ മുന്നിൽ ഇത്രനാളും അച്ഛൻ കെട്ടിയാടിയ മുഖംമൂടി അഴിഞ്ഞു വീഴുന്നത് സിദ്ധു കാണുകയായിരുന്നു. അയാളുടെ മുഖത്ത് പുച്ഛഭാവം തെളിഞ്ഞു നിന്നു. എനിക്കറിയാം, നിനക്കെല്ലാം അറിയാമായിരുന്നുവെന്ന്. നീയും നിന്റെ കൂടെയുള്ളവരും ആ ആത്മാവിനെ സഹായിക്കാൻ തീരുമാനിച്ചു എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ നിന്റെ മുന്നിൽ അഭിനയിച്ചത്. നീ എന്താ കരുതിയത്? നീ നിന്റെ കൂട്ടുകാരും പിന്നെ ആ പീറപ്പെണ്ണിൻ്റെ ആത്മാവും കൂടി എന്നെ അങ്ങ് നശിപ്പിച്ച് കളയാമെന്നോ? എന്നാൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി. നീ ഇതുവരെ കാണാത്ത ഒരു മുഖം കൂടിയുണ്ട് നിന്റെ ഈ അച്ഛന്. ജയിക്കാൻ വേണ്ടി എന്തു ചെയ്യുന്ന ഒരു മുഖം. എൻ്റെ വഴിയിൽ തടസ്സമായി നിൽക്കുന്നത് സ്വന്തം ചോരയാണെങ്കിൽ പോലും ഒന്ന് ആലോചിക്കുക പോലും ചെയ്യാതെ ഞാൻ അറുത്തുമാറ്റും. നിന്റെ അവന്തിക മാത്രമല്ല, വേറെയും ഒരുപാട് പെൺകുട്ടികൾ എനിക്ക് ഇരയായിട്ടുണ്ട്. ഒരാൾ പോലും അറിയാതെ ഞാൻ അതെല്ലാം അവസാനിപ്പിച്ചിട്ടുമുണ്ട്. അപ്പോഴാണോ നീ നിന്റെ കുറെ കൂട്ടുകാരും? അയാളുടെ മുഖത്ത് പുച്ഛം നിറഞ്ഞു. തൻ്റെ അച്ഛൻ ശരിക്കും മനുഷ്യരൂപം അണിഞ്ഞൊരു മൃഗമാണെന്ന് മനസ്സിലാക്കിയ സിദ്ധുവിന് തൻ്റെ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അവൻ അലറിക്കൊണ്ട് അയാൾക്ക് നേരെ പാഞ്ഞെടുത്തു. അയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുൻപ് സിദ്ധു അയാളുടെ കഴുത്തിൽ പിടിമുറുക്കി. നിങ്ങൾ ഇത്രയ്ക്ക് ക്രൂരനാണെന്ന് ഞാൻ കരുതിയിരുന്നില്ല. നിങ്ങൾക്കറിയോ അവന്തിക, അവൾ എനിക്ക് ആരായിരുന്നുവെന്ന്? അവൻ്റെ ചുണ്ടുകൾ വിതുമ്പി. ഒരിറ്റ ശ്വാസത്തിനായി അയാൾ പിടയുന്നത് സിദ്ധു സന്തോഷത്തോടെ നോക്കി നിന്നു. പെട്ടെന്ന് പുറകിൽ നിന്ന് തലയ്ക്കൊരടിയേറ്റ് സിദ്ധു പുറകിലേക്ക് നീങ്ങി. അയാളുടെ കഴുത്തിൽ പിടിച്ചിരുന്ന അവൻ്റെ കൈകൾ അയഞ്ഞു. സിദ്ധു ഒരു കൈകൊണ്ട് അടിയേറ്റിടം പൊത്തിപ്പിടിച്ചു. അവൻ്റെ മുടിയിഴകളിലൂടെ രക്തത്തുള്ളികൾ ഒഴുകിയിറങ്ങി. പാതിയടഞ്ഞ മിഴികളോടെ സിദ്ധു പുറകിലേക്ക് തിരിഞ്ഞു. നിഗൂഢമായ ഒരു ചിരിയോടെ തൻ്റെ പുറകിൽ നിൽക്കുന്ന ആ ആളെ കണ്ട് സിദ്ധു ഞെട്ടി. രുദ്ര, നീയോ? സിദ്ധുവിൻ്റെ വാക്കുകൾ ഇടറി. താൻ ഒരുപാട് വിശ്വസിച്ച നല്ലൊരു സുഹൃത്തായി കണ്ട രുദ്രന് തന്നെ ചതിക്കുകയായിരുന്നു എന്ന സത്യം സിദ്ധുവിൻ്റെ ഹൃദയത്തെ വല്ലാതെ മുറിവേൽപ്പിച്ചു. അതേടാ, രുദ്രൻ തന്നെ. നീയൊക്കെ എന്താ കരുതിയത്? എൻ്റെ അച്ഛനെ ഇല്ലാതാക്കി അവളെ സഹായിക്കാൻ ഞാൻ നിങ്ങൾക്കൊപ്പം നിൽക്കുമെന്നോ? എന്നാൽ നിനക്കത് തെറ്റിപ്പോയി. നിങ്ങളുടെ ഒരു ഉദ്ദേശവും നടക്കാൻ പോകുന്നില്ല. അവളെയും ഞങ്ങൾ ഇല്ലാതാക്കും. അവന്തിക, അവളുടെ ഒരു പ്രതികാരം. അവൻ്റെ വാക്കുകളിൽ പുച്ഛം നിറഞ്ഞു. ബോധം മറയുന്ന വേളയിലും ചതിയുടെ മുഖംമൂടി അണിഞ്ഞു നിൽക്കുന്ന രുദ്രൻ്റെ മുഖം സിദ്ധുവിൻ്റെ കണ്ണുകളിൽ തെളിഞ്ഞു നിന്നു. അവൻ്റെ കണ്ണിൽ നിന്ന് 2 തുള്ളി കണ്ണുനീർ നിലത്തേക്ക് പതിച്ചു.
തലപൊട്ടിയ രക്തം നിലത്തേക്ക് പടർന്നു. ഇവനെ ജീവനോടെ ഇവിടെ കുഴിച്ചു മൂടണം. ഒരു തെളിവ് പോലും ഉണ്ടാകരുത്. സ്വന്തം മകനാണെന്ന് പോലും ചിന്തിക്കാതെ സിദ്ധുവിൻ്റെ അച്ഛൻ അവനെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. അയാളുടെ ഉള്ളിലെ മൃഗം പൂർണ്ണമായി വെളിപ്പെടുന്ന നിമിഷങ്ങളായിരുന്നു അത്. രുദ്രനും കൂടെയുള്ളവരും സിദ്ധുവിനെ കുഴിച്ചിടാനുള്ള കുഴി തയ്യാറാക്കാൻ തുടങ്ങി. ഞാനിപ്പോൾ വരാം, എനിക്ക് ചെയ്തു തീർക്കാൻ കുറച്ച് ജോലികൾ കൂടിയുണ്ട്. ഇതും പറഞ്ഞ് സിദ്ധുവിൻ്റെ അച്ഛൻ പുറത്തേക്ക് നടന്നു. കുറച്ചു നേരത്തെ പണിക്ക് ശേഷം സിദ്ധുവിനായുള്ള കുഴി റെഡിയാക്കപ്പെട്ടു. രുദ്രനും കൂടെയുള്ളവരും ചേർന്ന് ബോധരഹിതനായി കിടക്കുന്ന സിദ്ധുവിനെ അവിടേക്കെടുത്തു. പെട്ടെന്ന് പുറത്ത് അതിശക്തമായ കാറ്റ് വീശി. അന്തരീക്ഷം വല്ലാതെ ശക്തി പ്രാപിക്കാൻ തുടങ്ങി. അവന്തികയുടെ വരവ് രുദ്രൻ മുൻകൂട്ടി കണ്ടിരുന്നത് കൊണ്ട് തന്നെ രുദ്രൻ്റെ മുഖത്ത് ഭയമില്ലായിരുന്നു. എന്നാൽ അവൻ്റെ കൂടെയുള്ളവരുടെ മുഖത്ത് ഭയം നിഴലിച്ചു. അവർ സിദ്ധുവിനെ നിലത്തേക്ക് വെച്ചു. അവർ നോക്കി നിൽക്കെ അതിശക്തമായ ഒരു കാറ്റിൻ്റെ അകമ്പടിയോടെ അവന്തിക ആ മുറിക്കുള്ളിലേക്ക് പ്രവേശിച്ചു. ഇതേസമയം ഭദ്രയുടെ വീട്ടിൽ അവൾ വലിയൊരാപത്തിലായിരുന്നു. നേരത്തെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ സിദ്ധുവിൻ്റെ അച്ഛൻ നേരെ പോയത് ഭദ്രയുടെ അടുത്തേക്കായിരുന്നു. തനിച്ചായി പോയ അവൾക്ക് അയാളുടെ കൈക്കരുത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അയാൾ അവളെ കട്ടിലിന്മേൽ ബന്ധിച്ചു. മദ്യത്തിൻ്റെ ലഹരി നുണയവേ ഒരു വേട്ടമൃഗത്തെ പോലെ അയാൾ അവളെ നോക്കി. ആ 4 ചുവരുകൾക്കുള്ളിൽ ഭദ്രയുടെ നിലവിളി കേൾക്കാൻ മറ്റാരും തന്നെ ഇല്ലായിരുന്നു. അവന്തികയുടെ മുഖം കോപം കൊണ്ട് ജ്വലിക്കുകയായിരുന്നു. എന്നാൽ രുദ്രൻ്റെ മുഖത്തെ പുഞ്ചിരി അപ്പോഴും മാഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവൻ പുച്ഛത്തോടെ അവളെ നോക്കി. നിനക്കെന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല അവന്തിക. നിന്നേക്കാൾ ശക്തി ഇന്ന് എനിക്കുണ്ട്. നിന്റെ ഒരു അഭ്യാസവും എൻ്റെ അടുത്ത് വില പോകില്ല. എൻ്റെ മുന്നിൽ തോറ്റുപോയത് നിനക്കോർമ്മയില്ലേ? വീണ്ടും നീ എന്തിനാണ് വന്നിരിക്കുന്നത്? അവൻ്റെ പുച്ഛത്തോടെയുള്ള സംസാരത്തിന് അവന്തിക ഉറക്കെ പൊട്ടിച്ചിരിച്ചു. നീ എന്താ കരുതിയത്? നിന്റെ ചതിയുടെ മുഖം ഞാൻ അറിഞ്ഞിരുന്നില്ല എന്നോ? നിന്നെ കാണുമ്പോൾ ഞാൻ പിന്മാറിയിരുന്നത് ഭയം കൊണ്ടാണെന്നോ? എന്നാൽ നിനക്ക് തെറ്റി. ഇതുപോലെ നിന്റെ ഈ ചതിയുടെ മുഖം മറ്റുള്ളവർക്ക് വെളിപ്പെടണമായിരുന്നു. കൂടെ നിന്ന് ചതിക്കുന്ന നിന്റെ കപടത അവർ മനസ്സിലാക്കണമായിരുന്നു. അതിനുവേണ്ടിയാണ് ഞാനും കാത്തിരുന്നത്. ഇനി നിനക്ക് എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല രുദ്ര. അവന്തികയുടെ മുഖത്തെ ദേഷ്യവും അവളുടെ വാക്കുകളും ഇത്തവണ രുദ്രനെ ഭയപ്പെടുത്തി. എങ്കിലും ആ ഭയം പുറത്തു കാണിക്കാതെ അവൻ മറച്ചു. അവന്തിക ഒരു നിഴലായി രുദ്രന് കൂട്ടർക്ക് നേരെ ഒഴുകിയെടുത്തു. രുദ്രൻ്റെ മുഖം ഭയം കൊണ്ട് വിവർണമായി. അവൻ തൻ്റെ കീശയിൽ നിന്ന് സ്ഫടിക നിർമ്മിതമായ ഒരു മാല പുറത്തെടുത്തു. മുന്നോട്ട് വന്ന അവന്തിക ഒരു നിമിഷം നിന്നു. ആ മാലയിൽ നിന്ന് ശക്തമായ പ്രകാശരശ്മികൾ പുറത്തേക്ക് ചിതറി. രുദ്രൻ്റെ മുഖത്ത് വീണ്ടും ചെറിയൊരു പുഞ്ചിരി തെളിഞ്ഞു. എന്നാൽ ആ പുഞ്ചിരിയെ മായ്ച്ചുകൊണ്ട് അടുത്ത നിമിഷം അവന്തികയുടെ ഒരൊറ്റ നോട്ടത്തിൽ ആ മാല പൊട്ടിച്ചിതറി. ആ മാലയുടെ മുത്തുകൾ കത്തിയെരിഞ്ഞു. അകലെ കാലൻ കോഴികൾ ഉച്ചത്തിൽ കൂകി. അടുത്ത നിമിഷം അവന്തികയുടെ കണ്ണിൽ നിന്ന് പുറത്തു വന്ന അഗ്നിയിൽ രുദ്രൻ്റെ ശരീരം ജീവനോടെ കത്തിയെരിയാൻ തുടങ്ങി. അവൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ ജീവനും കൊണ്ട് പുറത്തേക്കോടി. അവൻ്റെ ഉച്ചത്തിലുള്ള നിലവിളി അവിടെയാകെ മുഴങ്ങിക്കേട്ടു. അവന്തികയുടെ കോപത്തിൻ്റെ അഗ്നിയിൽ രുദ്രൻ തൻ്റെ അവസാന ശ്വാസവും അഗ്നിക്ക് സമർപ്പിച്ചു. അവന്തിക നിലത്ത് കിടക്കുന്ന സിദ്ധുവിനടുത്തേക്ക് നടന്നു. സ്നേഹത്തോടെ അവൾ അവനെ നോക്കി. അടുത്ത നിമിഷം അവന്തിക വെളുത്തൊരു പുകയായി സിദ്ധുവിനുള്ളിൽ ലയിച്ചു ചേർന്നു. ബോധമറ്റ് കിടന്നിരുന്ന സിദ്ധുവിൻ്റെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അവൻ്റെ ശരീരത്തിലേറ്റിരുന്ന മുറിവുകൾ അപ്രത്യക്ഷമായി. മദ്യക്കുപ്പി നിലത്ത് വെച്ച് സിദ്ധുവിൻ്റെ അച്ഛൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. ഭയന്ന് വിറച്ച മുഖവുമായി ഭദ്ര അയാളെ നോക്കി. അയാളുടെ മുഖത്ത് അപ്പോൾ ഒരു വേട്ടക്കാരൻ്റെ ക്രൂരത നിറഞ്ഞിരുന്നു. ഭദ്രയുടെ ശരീരത്തിലേക്ക് അയാൾ ആർത്തിയോടെ നോക്കി. ഒന്നനങ്ങാൻ പോലും കഴിയാതെ നിസ്സഹായയായി കിടക്കുന്ന ഭദ്രയ്ക്കടുത്തേക്ക് അയാൾ നടന്നെടുത്തു. ഭദ്ര ഉറക്കെ നിലവിളിച്ചെങ്കിലും അവളെ രക്ഷിക്കാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. കാമം കത്തുന്ന കണ്ണുകളോടെ അയാൾ ഭദ്രയെ നോക്കി. സ്വന്തം മകളുടെ പ്രായമുള്ള ഭദ്രയുടെ ശരീരത്തിലേക്ക് അയാൾ ആർത്തിയോടെ നോക്കി നിന്നു. പെട്ടെന്ന് വലിയൊരു ശബ്ദത്തോടെ ആ മുറിയുടെ വാതിലുകൾ അവർക്ക് മുന്നിൽ മലർക്കെ തുറക്കപ്പെട്ടു. ഉള്ളിലേക്ക് വരുന്ന സിദ്ധുവിനെ കണ്ട അയാളുടെ മുഖം കോപത്താൽ വിവർണമായി. നീ എങ്ങനെ രക്ഷപ്പെട്ടു? അയാൾ അലറിക്കൊണ്ട് സിദ്ധുവിന് നേർക്ക് പാഞ്ഞെടുത്തു.
സിദ്ധുവിൻ്റെ ഉള്ളിൽ അലിഞ്ഞിരിക്കുന്നത് അവന്തികയാണെന്ന സത്യം അയാൾ അറിഞ്ഞിരുന്നില്ല. എന്നാൽ സിദ്ധുവിൻ്റെ മുഖത്ത് തെളിഞ്ഞുകണ്ട മാറ്റങ്ങൾ ഭദ്ര ശ്രദ്ധിച്ചിരുന്നു. അവളുടെ മുഖത്ത് ഭയം മാറി പുഞ്ചിരി തെളിഞ്ഞു. ഹലോ, ഈ കഥ കേട്ട് ത്രില്ലടിച്ചിരിക്കുകയായിരിക്കും അല്ലേ? അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഈ സ്റ്റോറി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക.